വിചാരിച്ച്. ഹലോ, ഒരു ഗെറ്റ് റെഡി ആയാലോ ജനനായകൻ കാണാൻ പോവാൻ? ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കുറച്ച് നമ്മുടെ പുരുകമൊക്കെ കോതി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. എനിക്കധികം വലിയ പുരുകമൊന്നുമില്ല, പിന്നെ ചെറിയ കട്ടിയുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ കോതി ഒതുക്കി. ഇതൊക്കെ വെറും പ്രഹസനങ്ങൾ മാത്രമാണ്. അങ്ങനെ കോതി ഒതുക്കി കുറച്ച് ഐബ്രോസൊക്കെ ഇട്ട് കൊടുത്ത് കേട്ടോ. എന്നിട്ട് നേരെ നമ്മുടെ എല്ലാവരുടെയും സ്വന്തമായിട്ടുള്ള യാർലിയുടെ പൗഡർ, യാർലി ഞാൻ ഉപയോഗിക്കുന്നത് പൗഡർ നമ്മുടെ സ്വന്തം. അങ്ങനെ പൗഡറൊക്കെ അങ്ങ് ഇട്ട് പൗഡർ വാരിപ്പൊത്തിയിട്ട് നമുക്ക് ലേഡീസിന് ഒട്ടും ഒഴിച്ചു കൂടാനാവാത്തൊരു സാധനമാണ് ലിപ്സ്റ്റിക്ക്. ഇത് മാബ്ലിൻ ന്യൂയോർക്കിൻ്റെ 02 ഷെയ്ഡാണ്. ഇത് അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഇപ്പം യൂസ് ചെയ്യുന്നത് ഇതാണ്, അടിപൊളിയായിരുന്നു. ഇനി ഇതിന് മുമ്പ് NYB അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ, ഫേസസ് കാനഡ അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട ഇതാണ്. എല്ലാം ഇഷ്ടമാണ്, ലിപ്സ്റ്റിക് അല്ലേ. പിന്നെ ഞാൻ ഫ്രീ ഹെയറാണ് യൂസ് ചെയ്യുന്നത്. കുളിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പം നല്ലപോലെ തലമുടിയൊന്നും ഉണങ്ങിയിട്ടില്ല. പിന്നെ നാറ്റൻ മാറാൻ വേണ്ടി മറിയത്തിൻ്റെ പെർഫ്യൂം. എല്ലാം മണത്തിരിക്കട്ടെ, ആരും നമ്മൾ നാറുന്നുണ്ടെന്ന് പറയണ്ടല്ലോ. അങ്ങനെ പിന്നെ മാലയൊക്കെ ഇട്ട് മോതിരമൊക്കെ ഇട്ട് കമ്മലൊക്കെ അങ്ങിട്ട് നേരെ പോവുകയാണ്. കണ്ടില്ലേ എൻ്റെ റിങ് കണ്ടില്ലേ? കുറേ പേര് കല്യാണം കഴിച്ചിട്ടുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. യെസ്, ഐ ആം മാരീഡ്. അപ്പോൾ അങ്ങനെ ഒരുങ്ങി പോവുകയാണ്. നേരെ വണ്ടി എടുത്ത് പറപ്പിക്കലായിരുന്നു. കാരണം ഷോ തുടങ്ങുന്നത് 9:30 ആയിരുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് 9:25 സ്പീഡിന് പോയി. ഭാഗ്യത്തിന് സിനിമ തുടങ്ങിയിട്ടില്ലായിരുന്നു. നേരെ പോയി പെട്ടെന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് വേഗം കാണാൻ കയറി. പട്ടം തുടങ്ങിയപ്പോഴേ ഞാൻ കൂക്കും വിളിയും തുടങ്ങി. അടിപൊളിയായിരുന്നു. എനിക്ക് ഓരോ സീനായിട്ട് എടുത്ത് പറയാനാണ് ഇഷ്ടം. കഥ ഫുൾ ഓവറോൾ പറയുന്നേക്കാളും എനിക്ക് സീൻ ബൈ സീനായിട്ട് പറയാനാണ് ഇഷ്ടം. ഫസ്റ്റത്തെ എൻട്രി അടിപൊളി. ഫസ്റ്റ് ഹാഫ് മരണമാ. സെക്കൻഡ് ഹാഫ് കുറച്ച് നമ്മളെ ഇത് ലേസി പോലെ ആക്കിയെങ്കിൽ ഫസ്റ്റ് ഹാഫ് സൂപ്പറായിരുന്നു. ഇനി ഓവറോൾ സിനിമയെല്ലാം സൂപ്പറായിരുന്നു കേട്ടോ. എനിക്ക് ഓരോ സീൻ ബേസ് എടുത്ത് വെച്ച് നോക്കുമ്പോഴാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നി. മമ്മിതയൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ വിജയുടെ കാര്യം പറയണ്ടല്ലോ, മാസ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.